ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയൊരു മോഡൽ എക്സാമിലേക്ക് സ്വാഗതം. നമ്മുടെ LDC അതുപോലെ തന്നെ മറ്റ് PSC എക്സാമുകൾക്ക് വേണ്ടി നടത്തുന്ന മോഡൽ എക്സാമിൻ്റെ പുതിയൊരു മോഡൽ എക്സാമാണ് ഇന്ന് നമ്മൾ 40 ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു കട്ട് ഓഫ് ദിവസം പറയുന്ന പോലെ തന്നെ ഇന്നും ഒരു കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്. 24 മാർക്കാണ്. ഓക്കെ, 40 ചോദ്യങ്ങളും 24 മാർക്കുമാണ് കട്ട് ഓഫ്. അപ്പം എല്ലാവരും മുഴുവൻ എക്സാമും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. ഏതാണ്? കാസർഗോഡാണ്. ഓക്കെ, ഓപ്ഷൻ ബി കാസർഗോഡാണ്. സെക്കൻഡ് ചോദ്യമാണ് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ചിലത് ചുവടെ നൽകുന്നു. മികച്ച നടൻ, മികച്ച നടി, മികച്ച സ്വഭാവ നടൻ, മികച്ച സ്വഭാവ നടി. ഇതിൽ ശരിയായ ജോഡികൾ ഏവയെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 4 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. മികച്ച നടനായിട്ട് നമ്മുടെ മമ്മൂട്ടിക്കാണ് കിട്ടുന്നത്. അതുപോലെ മികച്ച നടി വിൻസി അലോഷ്യസ്, മികച്ച സ്വഭാവ നടൻ പി കുഞ്ഞികൃഷ്ണൻ. ഓക്കെ, കുഞ്ഞികൃഷ്ണൻ. മികച്ച സ്വഭാവ നടി ദേവി വർമ്മ. ഓക്കെ, ദേവി വർമ്മ. പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഓരോ പോയിൻറ്റും പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിൻറ്റുകളെല്ലാം. അടുത്ത ചോദ്യമാണ് കലാസാഹിത്യം സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന നിയമസഭാ പുരസ്കാരം നേടിയതാരി? സംസ്ഥാന നിയമസഭാ പുരസ്കാരം നേടിയതാരാണ്? ഓപ്ഷൻ MT ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായരാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന യാത്രാ വിവരണം എഴുതിയതാരാണ്? അത് നമ്മുടെ MTയിലാണ്. ഓക്കെ, MTയുടെ ഒരു യാത്രാ വിവരണമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ. അതുപോലെ തന്നെ മനുഷ്യർ നിഴലുകൾ. ഓക്കെ, മനുഷ്യർ നിഴലുകൾ എന്ന യാത്രാ വിവരണം എഴുതിയതും MTയിലാണ്. അപ്പം MTയുടെ 2 പ്രധാനപ്പെട്ട യാത്രാ വിവരണങ്ങളാണ്. ഒന്ന് ആൾക്കൂട്ടത്തിൽ തനിയെ, പിന്നെ മനുഷ്യർ നിഴലുകൾ എന്ന് 2 യാത്രാ വിവരണങ്ങളും എഴുതിയ നമ്മുടെ MT വാസുദേവൻ നായരാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ്? MT വാസുദേവൻ നായരാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, ആദ്യത്തെ കേരള ജ്യോതി പുരസ്കാരം നേടിയതും MT വാസുദേവൻ നായരാണ്. ബാക്കി പ്രധാനപ്പെട്ട നോവലുകളൊക്കെ ഏതൊക്കെയാണ്? അറിയാവുന്ന കുറച്ച് നോവലുകൾ നിങ്ങൾക്ക് കാണും. ഏതാണ്? നമ്മുടെ 2-ാം ഊഴം MTയുടെ എന്നറിയാം. അതുപോലെ മഞ്ഞ്, നാലുകെട്ട്, ഇതും MTയുടെ നോവലുകളാണ്. MTയുടെ പ്രധാനപ്പെട്ട നോവലുകൾ ഇപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് നമുക്ക് സ്ഥിരം അറിയാവുന്ന തന്നെ 2-ാം ഊഴം MTയുടേതെന്നറിയാം. അതുപോലെ മഞ്ഞ് MTയുടെയാണ്. നാലുകെട്ട് MT വാസുദേവൻ നായരുടെ നോവലാണ്. അതുപോലെ തന്നെ കാലവും MT വാസുദേവൻ നായരുടെ നോവലാണ്. അസുരവിത്തും MT വാസുദേവൻ നായരുടെയാണ്. വാരണാസി MT വാസുദേവൻ നായരുടെ ഒരു നോവലാണ്. അതുപോലെ വിലാപയാത്ര MT വാസുദേവൻ നായരുടെ ഒരു നോവലാണ്. പാതിരാവും പകൽ വെളിച്ചവും MT വാസുദേവൻ നായരുടെ ഒരു പ്രധാനപ്പെട്ട നോവലാണ്. ഇപ്പോൾ ഒന്നുകൂടി പറയാം. നാലുകെട്ട്, മഞ്ഞ്, 2-ാം ഊഴം, കാലം, അസുരവിത്ത്, വാരണാസി, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും. ഓക്കെ, നാലുകെട്ട്, മഞ്ഞ്, 2-ാം ഊഴം, കാലം, അസുരവിത്ത്, വാരണാസി, വിലാപം, പാതിരാവും പകൽ വെളിച്ചവും, വിലാപയാത്ര, വാരണാസി, അസുരവിത്ത്, കാലം, 2-ാം ഊഴം, മഞ്ഞ്, നാലുകെട്ട്. ഇതെല്ലാം MT വാസുദേവൻ നായരുടെ പ്രധാനപ്പെട്ട നോവലുകളാണ്. 4ാമത്തെ ചോദ്യമാണ് ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യമാണ് വുമൺ ലൈഫ് ഫ്രീഡം? ഏതാണ്? വുമൺ ലൈഫ് ഫ്രീഡം. നമ്മുടെ ഇറാനുമായി ബന്ധപ്പെട്ടാണ്. നോക്കി വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ചുവടെ പറയുന്നവൽ ശരി അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ അതിവേഗ തീവണ്ടി സർവീസിന് തുടക്കം നൽകിയ പേരാണ് റാപ്പിഡ് എക്സിനെ പിന്നീട് നമോ ഭാരത് എന്ന് നാമകരണം ചെയ്തു. 160 മുതൽ 180 വരെ കിലോമീറ്ററാണ് തീവണ്ടിയുടെ വേഗം. ആദ്യ സർവീസ് ബോംബെ, പൂനെ എന്നിവയെ ബന്ധിപ്പിച്ച് നടന്നു. ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 6ാമത്തെ ചോദ്യമാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതി ഏത് പദ്ധതിയാണ്? K-സ്മാർട്ടാണ്. ഓക്കെ, K-സ്മാർട്ടാണ്. PSC കുറേ തവണ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതിയാണ് K-സ്മാർട്ട്. അടുത്ത ചോദ്യമാണ് 2023 ഒക്ടോബറിൽ അന്തരിച്ച ബിഷൻ സിംഗ് ബേദി ഏത് കായിക ഇനത്തിലാണ് മികവ് തെളിയിച്ചത്? ഓക്കെ, ബിഷൻ സിംഗ് ബേദി ഏത് കായിക ഇനമാണ് ബിഷൻ സിംഗ് ബേദി? ഓപ്ഷൻ ബി ക്രിക്കറ്റാണ്. ഓപ്ഷൻ ബി ക്രിക്കറ്റാണ്. 8ാമത്തെ ചോദ്യമാണ് 37ാമത് ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഒന്നാമതെത്തിയത് ദേശീയ ഗെയിംസ് മെഡൽ പട്ടികയിൽ മഹാരാഷ്ട്രയാണ്. 9ാമത്തെ ചോദ്യമാണ് എലിയുടെ ഭ്രൂണം
ബഹിരാകാശത്ത് വളർത്തിയത് ഏത് രാജ്യക്കാരാണ്? ഏതാണ്? ജപ്പാൻ്റെയാണ്. ഓക്കെ, എലിയുടെ ഭ്രൂണം ബഹിരാകാശത്ത് വളർത്തിയത് ജപ്പാൻകാരാണ്. 10ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നത് എവിടെയായിരിക്കും? കേരളത്തിൽ തന്നെയാണ്, ഡൗട്ടൊന്നുമില്ല. 11ാമത്തെ ചോദ്യമാണ്, കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം കുരുമുളക് ഏതെന്നാണ്? ചന്ദ്ര എന്നാണ്. ഓക്കെ, ചന്ദ്ര എന്നാണ് പേര്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച കുരുമുളക് ഇനമാണ് ചന്ദ്ര. ഓക്കെ, 11C ആണ്. 12ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ഗോണ്ട്വാന ഗണതന്ത്ര പാർട്ടി? ഏതാണ്? ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, ഛത്തീസ്ഗഡിലാണ് ഗോണ്ട്വാന ഗണതന്ത്ര പാർട്ടി, ഛത്തീസ്ഗഡിലെയാണ്. 13ാമത്തെ ചോദ്യമാണ്, ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ കർമ്മ മേഖലയെപ്പറ്റി ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. സുപ്രീം കോടതിയിൽ ജഡ്ജി, തമിഴ്നാട് ഗവർണറായി സേവനമനുഷ്ഠിച്ചു, സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനിലെ ആദ്യത്തെ അധ്യക്ഷ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിരുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ്? ഏതൊക്കെയാണ്? എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലും ശരിയാണ്. ഓക്കെ, 13 ഓപ്ഷൻ എ ആണ്. 14ാമത്തെ ചോദ്യമാണ്, വയനാടൻ സാമൂഹ്യ ജീവിതം പശ്ചാത്തലമാക്കിയ പി വത്സലയുടെ നോവൽ ത്രയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്ത? വയനാടൻ ജീവിതം പശ്ചാത്തലമാക്കിയ നോവൽ ത്രയങ്ങളിൽ പെടാത്തത് 14 ഓപ്ഷൻ സി ആണ്. വിലാപം മാത്രമാണ് പെടാത്തത്. നെല്ല്, ആഗ്നേയം, കൂമൻ, കൊല്ലി ഇതെല്ലാം എന്താണ്? പി വത്സലയുടെ കൃതികളാണ്. വയനാടുമായി റിലേറ്റ് ചെയ്ത കൃതികളാണ് നെല്ല്, ആഗ്നേയം, കൂമൻ, കൊല്ലി. 15ാമത്തെ ചോദ്യമാണ്, സാഹിത്യത്തിനുള്ള 2023 JCB പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 JCB പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പെരുമാൾ മുരുകനാണ്. പെരുമാൾ മുരുകൻ എന്ന തമിഴ് എഴുത്തുകാരനാണ് 2023 JCB പുരസ്കാരം ലഭിച്ചത്. കൃതി ഏതാണ്? ആലണ്ട പാച്ചി. ഓക്കെ, ആലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡ്. ഓക്കെ, ഫയർ ബേർഡിനാണ് കിട്ടിയത്. ഓക്കെ, ആലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡിനാണ് 2023 JCB പുരസ്കാരം ലഭിക്കുന്നത്. ഈ ആലണ്ട പാച്ചി എന്ന ഇത് ഫയർ ബേർഡ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? അത് ജനനി കണ്ണനാണ്. ഓക്കെ, ജനനി കണ്ണനാണ് ഈ കൃതി തമിഴിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. ആലണ്ട പാച്ചി ജനനി കണ്ണനാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. 2022 JCB പുരസ്കാരം ആർക്കാണ്? 2022 ആർക്കാണ്? ഖാലിദ് ജാവേദിനാണ്. ഓക്കെ, ഖാലിദ് ജാവേദിൻ്റെ ഏത് കൃതിക്കാണ്? പാരഡൈസ് ഓഫ് ഫുഡ് എന്ന കൃതിക്കാണ്. ഓക്കെ, പാരഡൈസ് ഓഫ് ഫുഡ് എന്ന കൃതിക്കാണ് 2022 JCB പുരസ്കാരം ഖാലിദ് ജാവേദിന് ലഭിക്കുന്നത്. 2023 പെരുമാൾ മുരുകൻ. അടുത്ത ചോദ്യമാണ്, 16ാമത്തെ ചോദ്യമാണ്, ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ കളിക്കാരൻ ആര്? ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറി നമ്മുടെ രോഹിത് ശർമ്മയാണ്. അടുത്ത ചോദ്യമാണ്, ഷെൻഹുവ 15 എന്ന കപ്പൽ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെ? ഷെൻഹുവ 15 എന്ന കപ്പൽ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെ? ഏതാണ്? നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ എന്ന ബഹുമതിയാണ് ഷെൻഹുവ 15 K-15 എന്ന കപ്പൽ നേടിയത്. ഇനിയുള്ള പരീക്ഷകൾക്ക് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നിറച്ച് വരാൻ സാധ്യതയുണ്ട്. കാര്യം അത്രയ്ക്കും കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് നിലവിൽ നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റ് എന്ന് പറയണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം എന്നാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് അറിയാമോ? വിഴിഞ്ഞം തുറമുഖം ആരാണ്? 2023. ഓക്കെ, 2023 10ാം മാസം ഒക്ടോബർ 15 ഉദ്ഘാടനം. 2023 ഒക്ടോബർ 15 വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഒഫീഷ്യൽ നെയിം അറിയാലോ, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്നാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം എന്നാണ്. 2023 ഓഗസ്റ്റ് 15 ഉദ്ഘാടനം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യറാണ്. ഓക്കെ, ദിവ്യ എസ് അയ്യറാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ നമ്മൾ പറഞ്ഞ് 2023 ഒക്ടോബർ 15 ഉദ്ഘാടനം എന്നാണ് തറക്കല്ലിട്ടത് 2015. ഓക്കെ, 2023 ഒക്ടോബർ 15 ഉദ്ഘാടനം, 2015 ഡിസംബർ 5 ഇതിന് തറക്കല്ലിട്ടത്. ഓക്കെ, 2015 ഡിസംബർ 5 രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായ വിഴിഞ്ഞത്തിന്
തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5-ന്. നമ്മളിവിടെ പറഞ്ഞ് എന്താ വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ നേട്ടനെ ഏതാണ്? ഷെൻഹുവ 15 ഓക്കെ, ഷെൻഹുവ 15 ആദ്യത്തെ കപ്പൽ. പക്ഷേ ആദ്യത്തെ മദർഷിപ്പ് ഏതാണ്? വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ മദർഷിപ്പ് അത് ഈ ഇടയ്ക്ക് വന്നതാണ് നമ്മുടെ സാൻ ഫെർണാണ്ടോ. ഓക്കെ, സാൻ ഫെർണാണ്ടോയാണ് നെതർലാൻഡ് കമ്പനിയുടെ ഷിപ്പാണ്. ഓക്കെ, നെതർലാൻഡ് കമ്പനിയിലെ ഷിപ്പായിരുന്നു. നമ്മുടെ ചൈനയിൽ നിന്നായിരുന്നു കപ്പൽ വിഴിഞ്ഞത്തെത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയായ മെയ്ഡ്സിക്കിൻ്റേതാണ് സാൻ ഫെർണാണ്ടോ. അതൊന്നും വലിയ ഡീറ്റെയിൽസ് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ, ഏത് നെതർലാൻഡ് കമ്പനിയുടെ ഇതാണ്. ആ മദർഷിപ്പ് എന്നാണ് വന്നത്? 2024 ജൂലൈ 12-നാണ്. ഓക്കെ, വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പിൻ്റെ ട്രയൽ റൺ നടത്തിയതെന്നാണ് 2024 ജൂലൈ 12-നാണ്. ജൂലൈ 12 2024 ജൂലൈ 12-നാണ്. ആരാണ്? സാൻ ഫെർണാണ്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. ഏകദേശം 18 മീറ്ററോളം ആഴമാണുള്ളത്. ഇത്രയും ആഴം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് കുറച്ചധികം ഷിപ്പുകൾ, വലിപ്പമുള്ള ഷിപ്പുകളൊക്കെ നമ്മുടെ വിഴിഞ്ഞത്തോട്ട് ആകർഷിക്കാൻ പറ്റും എന്നാണ്. അപ്പോൾ ഈ ഷിപ്പ് ഈ പോർട്ട് വന്നതോടെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴമുള്ളതും അതുപോലെ തന്നെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് തുറമുഖം എന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ളതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് തുറമുഖം എന്ന് കേട്ടുകഴിഞ്ഞാലും നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളൊന്ന് നോക്കി വയ്ക്കണം. ഇനി ചിലപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രിമാർ. ആരൊക്കെയാണ്? കേരളത്തിൽ ആരാണ് തുറമുഖ വകുപ്പ് മന്ത്രി? VN വാസവനാണ്. ഓക്കെ, VN വാസവനാണ് കേരള തുറമുഖ വകുപ്പ് മന്ത്രി. കേന്ദ്രത്താണെങ്കിൽ ആരാണ് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി? അത് സർബാനന്ദ സോനോവാളാണ്. ഓക്കെ, നമ്മുടെ തുറമുഖത്തിൻ്റെ നമ്മുടെ തുറമുഖമൊക്കെ കാണാൻ പോകുമ്പം അതിൻ്റെ സൈഡിൽ സർബത്തൊക്കെ കൊണ്ടിട്ട് കച്ചവടം ചെയ്തെന്ന് ഓർത്താൽ മതി. അപ്പോൾ സർബാനന്ദ സോനോവാളാണ് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി. കേരള തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവൻ. അടുത്ത ചോദ്യമാണ്, 2023 കേരള ജ്യോതി പുരസ്കാരം നേടിയത് ആരാണ്? 2023 കേരള ജ്യോതി പുരസ്കാരം നേടിയതാരാണ്? T പത്മനാഭനാണ്. ഓക്കെ, ഓപ്ഷൻ A ആണ്, T പത്മനാഭനാണ്. 19ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം അറിയപ്പെടുന്ന പേരെന്ത്? ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം അറിയപ്പെടുന്ന പേര് എന്തെന്നാണ്? ഏതാണ്? സംവിധാൻ സദനാണ്. ഓക്കെ, ഓപ്ഷൻ B ആണ്, സംവിധാൻ സദനാണ്. അപ്പോൾ നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ നോക്കാം. ഫസ്റ്റ് അത് ഉദ്ഘാടനം ചെയ്തതെന്നാണ്? പുതിയ പാർലമെൻറ്റ് മന്ദിരം എന്നാണ് 2023 മെയ് 28-നാണ്. ഓക്കെ, മെയ് 28-നാണ്. 2023 മെയ് മാസം 28-നാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? 2023 സെപ്റ്റംബർ 19-നാണ്. ഓക്കെ, മെയ് 28-ന് ഉദ്ഘാടനം, സെപ്റ്റംബർ 19-ന് ആദ്യ സമ്മേളനം നടക്കുന്നു. ഇതിൻ്റെ ഷേപ്പ് എന്തോന്നാണ്? പുതിയ പാർലമെൻറ്റ് ത്രികോണ ഷേപ്പാണ്. ഓക്കെ, നിർമ്മിച്ചതാരാണ്? ടാറ്റയാണ്. ഓക്കെ, ടാറ്റയുടെ നിർമ്മാണ കമ്പനിയാണ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ പദ്ധതിയുടെ പേരാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്, അറിയായിരിക്കും. ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 65,000. ഓക്കെ, 65,000 സ്ക്വയർ മീറ്ററാണ്. ഓക്കെ, 65,000 സ്ക്വയർ മീറ്ററാണ്. 65,000 ആണ്. ഓക്കെ, 65,000 ഇതിൻ്റെ ലോകസഭ ഹാളിലാണെങ്കിൽ ഏത് ഷേപ്പാണ്? ലോകസഭ ഹാളാണെങ്കിൽ മയിലിൻ്റെ ഷേപ്പാണ്. ഓക്കെ, പീക്കോക്ക്. ഓക്കെ, മയിലിൻ്റെ ഷേപ്പാണ് ലോകസഭ ഹാള്. അതുപോലെ രാജ്യസഭ ഹാളാണെങ്കിൽ ആരാണ്? നമ്മുടെ രാജ്യം ഇപ്പോൾ ഭരിക്കുന്ന ആരാണ്? BJP അല്ലേ? BJPയുടെ സിമ്പലായ താമര. BJPയുടെ സിമ്പൽ എന്നല്ല പറഞ്ഞെന്നാണ് ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ലോകസഭ മയിലിൻ്റെ ഷേപ്പും രാജ്യസഭ താമരയുടെ ഷേപ്പുമാണ്. ലോകസഭയിൽ 888 ഇരിപ്പിടങ്ങളുണ്ട്. 888 ഇരിപ്പിടങ്ങൾ ലോകസഭ മന്ദിരത്തിലുണ്ട്. അതുപോലെ തന്നെ രാജ്യസഭാ മന്ദിരത്തിലാണെങ്കിൽ താമരയുടെ ഷേപ്പ് 384 സീറ്റുകളുണ്ട്. ഓക്കെ, 888 384 ഇരിപ്പിടങ്ങൾ ഉണ്ട് രാജ്യസഭയിലാണെങ്കിൽ. ലോകസഭയിലാണെങ്കിൽ മയിലിൻ്റെ ഷേപ്പ് 888 ഇരിപ്പിടങ്ങളാണുള്ളത്. അതുപോലെ തന്നെ പുതിയ പാർലമെൻറ്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത് ആരാണ്? നമ്മുടെ 2019 പത്മശ്രീ ലഭിച്ചിട്ടുള്ള ബിമൽ പട്ടേലാണ്. ഓക്കെ, ഗുജറാത്ത് സ്വദേശിയാണ്. 2019 പത്മശ്രീ ലഭിച്ചിട്ടുള്ള ബിമൽ പട്ടേലാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ രൂപകൽപ്പനയൊക്കെ ചെയ്തിട്ടുള്ളത്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ലാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, 2023 വനിതാ സംവരണ ബില്ലാണ്. അർജുൻ മേഘ്വാളാണ് ആദ്യത്തെ ബില്ല് അവതരിപ്പിച്ചത്. ഓക്കെ, 2023 വനിതാ സംവരണ ബിൽ
അർജുൻ മേഘ്വാൾ അവതരിപ്പിച്ച ബില്ലാണ്. 2023 വനിതാ സംവരണ ബില്ലാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബിൽ. ആദ്യത്തെ ബിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഐഡിയ ഇട്ട് എന്താണ് 75 രൂപയുടെ നാണയം ആര് പുറത്തിറക്കും? റിസർവ് ബാങ്ക് പുറത്തിറക്കും. 75 രൂപയുടെ നാണയം റിസർവ് ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒന്ന് നോക്കി വയ്ക്കുക. അടുത്ത ചോദ്യമാണ്, ചന്ദ്രയാൻ 2 ഇടിച്ചിറങ്ങിയ ചന്ദ്രത്തിലെ പ്രദേശത്തിന് നൽകിയ പേരെന്ത്? ചന്ദ്രയാൻ 2 ഇടിച്ചിറങ്ങിയ പ്രദേശത്തിന് നൽകിയ പേര് എന്തോന്നാണ്? ഏതാണ്? കൺഫ്യൂഷൻ തോന്നിക്കുന്നൊരു ചോദ്യമാണ്. ചന്ദ്രയാൻ 2 ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പോയിൻ്റ് എന്തോന്നാണ്? പേരെന്തോന്നാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. തിരങ്ക പോയിൻ്റ് ആണ്. തിരങ്ക പോയിൻ്റ്. പക്ഷേ ഇതിൽ ഒരു ഭൂരിഭാഗം പേരും എന്താണ്? നമ്മുടെ ശിവശക്തി പോയിൻ്റ് അടിച്ചു വെച്ചാണ്. എന്താണ് ശിവശക്തി പോയിൻ്റ്? ചന്ദ്രയാൻ 3 ഇടിച്ചിറങ്ങിയ ഭാഗമാണ് ശിവശക്തി പോയിൻ്റ്. ഇത് ചന്ദ്രയാൻ 2 ആണ് PSC കേട്ടിട്ടുള്ളത്. അതെന്താണ്? തിരങ്ക പോയിൻ്റ് ആണ്. തിരങ്ക പോയിൻ്റ്. ചന്ദ്രയാൻ 3 ഇടിച്ചിറങ്ങിയതാണ് ശിവശക്തി പോയിൻ്റ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 23 പ്രത്യേകത എന്തോന്നാണ്? ഓഗസ്റ്റ് 23 എന്താണ്? ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തിയതാണ്. എന്താണ്? ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തിയ ദിവസമാണ് ഓഗസ്റ്റ് 23. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഓഗസ്റ്റ് 23 എന്തോന്നായിരിക്കും? ദേശീയ നാഷണൽ സ്പേസ് ഡേ ആയിരിക്കും. ദേശീയ ബഹിരാകാശ ദിനമായിരിക്കും ഓഗസ്റ്റ് 23. ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. 21ാമത്തെ ചോദ്യമാണ്, കേപ്പൻ്റെ കാലാവസ്ഥ വർഗീകരണ പദ്ധതി പ്രകാരമുള്ള കാലാവസ്ഥാ വിഭാഗങ്ങൾ ചുവടെ നൽകുന്നതിൽ ശരിയല്ലാത്ത ജോഡി എന്നാണ്? ഏതാണ് ശരിയല്ലാത്ത ജോഡി? ഓപ്ഷൻ ഡി ആണ്. ഉഷ്ണമേഖല കാലാവസ്ഥ അറിയപ്പെടുന്നത് എ എന്നാണ്, സിമ്പിൾ കൊണ്ടാണ്. അതുപോലെ വരണ്ട കാലാവസ്ഥ ബി, ഉഷ്ണ സമശീത മേഖല സി എന്നാണ്. 22ാമത്തെ ചോദ്യമാണ്, പായലുകളും കടൽ പായലുകൾ, പൂച്ചെടികൾ എന്നിവ മാത്രം കണ്ടുവരുന്നത് ഏത് കാലാവസ്ഥാ മേഖലയിലാണ്? പായലുകളും കടൽ പായലുകൾ, പൂച്ചെടികൾ എന്നിവ മാത്രം കണ്ടുവരുന്നത് ഏത് കാലാവസ്ഥാ മേഖലയിലാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, തുന്ദ്ര കാലാവസ്ഥാ മേഖലയിലാണ്. 23ാമത്തെ ചോദ്യമാണ്, ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ ഒരു ഗർത്തത്തിന് ചുറ്റുമായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പവിഴപ്പുറ്റുകൾ ഏവയെന്നാണ്? ഏതാണ്? ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ ഒരു ഗർത്തത്തിന് ചുറ്റുമായി കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പവിഴപ്പുറ്റുകൾ ഏവയെന്നാണ്? ഗയോട്ടുകൾ, കടൽക്കുന്നുകൾ. ഓപ്ഷൻ സി അറ്റോള്. ഓപ്ഷൻ ഡി സബ്മറൈൻ കാനിനേഴ്സ്. ഏതാണ്? 23 ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ്. അറ്റോളാണ്. ഓപ്ഷൻ സി അറ്റോളാണ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭൂപ്രകൃതിയെപ്പറ്റി ചുവടെ പറയുന്നവയിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി ഏതാണ്ട് 30 ഡിഗ്രിയാണ്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏതാണ്ട് 30 ഡിഗ്രിയാണ്. ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 4.2% ഇന്ത്യയാണ്. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. ഇവയിലേതാണ് ശരിയല്ലാത്ത പ്രസ്താവന? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി 30 ആണ്. അതുപോലെ രേഖാംശീയ വ്യാപ്തി ഏതാണ്ട് 30 ഡിഗ്രിയാണ്. വലിപ്പത്തിൽ എത്ര സ്ഥാനമാണ് ഇന്ത്യക്ക്? ഇന്ത്യയുടെ 7ാം സ്ഥാനമാണ്. 25ാമത്തെ ചോദ്യമാണ്, ചുവടെ പറയുന്നവൽ ഖണ്ഡപർവ്വതത്തിന് ഉദാഹരണം ഏതെന്നാണ്? ഖണ്ഡപർവ്വതത്തിന് ഉദാഹരണം ഏതെന്നാണ് ചുവടെ പറയുന്നവൽ? ഏതാണ് ഖണ്ഡപർവ്വതത്തിന് ഉദാഹരണം? ഓപ്ഷൻ ബി ആണ്. സത്പുരയാണ്. മടക്ക് പർവ്വതം ഏതാണ്? നമ്മുടെ ഹിമാലയമാണ്. ഖണ്ഡപർവ്വതത്തിന് ഉദാഹരണം സത്പുരയാണ്. അടുത്ത ചോദ്യം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും വർഷങ്ങളും ചുവടെ ചേർക്കുന്നു. ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ്? ബോസ്റ്റൺ ടീ പാർട്ടി, 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ്. 1ാം കോണ്ടിനെൻ്റൽ സമരം 1874, 2ാം കോണ്ടിനെൻ്റൽ സമരം 1775 ആണ്. അപ്പോൾ 3ാം കോണ്ടിനെൻ്റൽ സമരം എന്ന കോൺഗ്രസ് സമരമല്ല, 3ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം എന്നാണ് നടന്നത്? 1776 1776 3ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത്. 1776 ജൂലൈ 4 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, 1776 എന്ന് ഓർത്താൽ മതി. അതുപോലെ തന്നെ 3ാമത്തെ സമ്മേളനത്തിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ നടന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 3ാം കോണ്ടിനെൻ്റൽ സമ്മേളനത്തിലാണ്. അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനങ്ങൾക്ക് നേതൃത്വം നൽകിയതാരാണ്? അത് ജോർജ് വാഷിങ്ടൺ ആണ്. കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനങ്ങൾക്ക് പ്രധാനമായി നേതൃത്വം നൽകിയത് ജോർജ് വാഷിങ്ടൺ ആണ്.
എന്താണ് ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം അറിയാമോ? നമ്മുടെ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്, അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. അതായത് അമേരിക്കൻ കോളനിക്കാരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കെതിരെ അമേരിക്കയിൽ കോളനിക്കാർ നടത്തിയ സമ്മേളനത്തിനെയാണ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. 3 എണ്ണമാണ് പ്രധാനമായിട്ട് നടന്നിട്ടുള്ളത്. 74-ന് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 75-ന് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 76-ലെ മൂന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ വെച്ചാണ് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ നടക്കുന്നത്. അടുത്ത ചോദ്യമാണ്, ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിൻ്റെ സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? കർഷകർ നൽകിയിരുന്ന നികുതിയാണ് തിതെ എന്ന നികുതി പിരിച്ചിരുന്നത് പ്രഭുക്കന്മാരാണ്. മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ നൽകേണ്ടിയിരുന്ന നികുതിയാണ് തൈലെ. മധ്യവർഗമാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. കർഷകർ നൽകിയിരുന്ന നികുതിയാണ് തിതെ. പക്ഷേ തിതെ നൽകിയിരുന്നത് ആർക്കാണ്? അവിടുത്തെ പുരോഹിതന്മാർക്കാണ്. ഓക്കെ, പുരോഹിതന്മാർക്കാണ് തിതെ നികുതി നൽകിയിരുന്നത്. പ്രഭുക്കന്മാരല്ല, പുരോഹിതന്മാരാണ്. മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ നൽകേണ്ടിയിരുന്ന നികുതിയാണ് തൈലെ. ഓക്കെ, തൈലെ മൂന്നാമത്തെ സ്റ്റേറ്റാണ്. മധ്യവർഗമാണ് മൂന്നാമത്തെ സ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത്. 28ാമത്തെ ചോദ്യമാണ്, ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ്. ബംഗാളി നാടകകൃത്തായ ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ രചിച്ചത്. ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതം ചിത്രീകരിച്ച നാടകമാണിത്. നീൽ ദർപ്പൺ അവതരിപ്പിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ കോൺഗ്രസ് ഏറ്റെടുത്തു. വിവിധ കർഷക കലാപങ്ങൾക്ക് നീൽ ദർപ്പൺ പ്രചോദനമായി. ഏതാണ് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്? ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. 29ാമത്തെ ചോദ്യമാണ്, സുബ്രഹ്മണ്യൻ ഭാരതിയുടെ രചന അല്ലാത്തത് ഏതെന്നാണ്? പാഞ്ചാലി ശബ്ദം, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട്, പ്രേമാശ്രമം. ഏതാണ്? അറിയായിരിക്കും, നമ്മൾ കുറേ PSC കേട്ടിട്ടുള്ളതാണ്. പ്രേമാശ്രമം ആരുടെ കൃതിയാണ്? പ്രേംചന്ദിൻ്റെ കൃതിയാണ്. ഓക്കെ, പ്രേംചന്ദിൻ്റെ കൃതിയാണ് പ്രേമാശ്രമം. പാഞ്ചാലി ശബ്ദം സുബ്രഹ്മണ്യ ഭാരതിയുടെയാണ്. കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് സുബ്രഹ്മണ്യ ഭാരതിയാണ്. 30ാമത്തെ ചോദ്യമാണ്, ഗുരുവായൂർ സത്യാഗ്രഹത്തെ പറ്റി ശരി അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്? K. കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. AK ഗോപാലനായിരുന്നു സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. സത്യാഗ്രഹത്തിനിടെ P. കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് സവർണജാഥ നയിച്ചത്. ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, സവർണജാഥ എന്തിനാണ് നയിച്ചത്? ഇന്നത്തെ ഹോംവർക്കാണ്. ഓക്കെ, ഹോംവർക്കാണ്. സവർണജാഥ എന്തുമായി ബന്ധപ്പെട്ട് നടത്തിയ ജാഥയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ ഇംഗ്ലീഷിലുള്ള 5 ചോദ്യങ്ങൾ നോക്കാം. 31ാമത്തെ ചോദ്യമാണ്, യൂസ് ദി കറക്റ്റ് ടെൻസ് ഫോം. ഐ ഡാഷ് മൈ വർക്ക് ബിഫോർ മദർ കെയിം. ഐ ഡാഷ് മൈ വർക്ക് ബിഫോർ മൈ മദർ. എന്താണ് ഓപ്ഷൻ? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഐ ഹാഡ് കംപ്ലീറ്റഡ്. എന്താണ് റൂള്? ബിഫോർ മൈ മദർ കെയിം, അതായത് സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനു മുമ്പ് നടന്ന കാര്യം ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ വേണം പറയാൻ. ഓക്കെ, അതാണ് ഹേഡ് പ്ലസ് V3 ഹേഡ്. അപ്പം ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ വർക്ക് ബിഫോർ മൈ മദർ കെയിം. 32ാമത്തെ ചോദ്യം, സപ്ലൈ മോഡൽ വെർബ് ഡാഷ് ഐ യൂസ് യുവർ ടേബിൾ ഫോർ എ ഫ്യൂ അവേഴ്സ്. ഏതാണ്? ഷുഡല്ല, സോറി, അറിയാതെ വായിൽ വന്നു. ഷുഡല്ല. ഏതാണ് ഉത്തരം? ഡാഷ് ഐ യൂസ് യുവർ ടേബിൾ ഫോർ എ ഫ്യൂ അവേഴ്സ്. അതായത് ഒരു അനുവാദം കേൾക്കുകയാണ്. ഓക്കെ, അതായത് മേ ഐ യൂസ് യുവർ ടേബിൾ ഫോർ എ ഫ്യൂ അവേഴ്സ്. 33ാമത്തെ ചോദ്യം, അരുൺ ഏറ്റ് 3 ഡാഷ് ഓഫ് ചോക്ലേറ്റ്. ഡാഷ് ഓഫ് ചോക്ലേറ്റ്. എന്താണ് ചോക്ലേറ്റിൻ്റെ ഗ്രൂപ്പിനെ പറയണത്? ഏതാണ്? ബാർ. ഓക്കെ, നമ്മൾ ചോക്കോ ബാർ എന്നൊക്കെ അല്ലേ പറയണം. അപ്പം ചോക്ലേറ്റ്, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. 34ാമത്തെ ചോദ്യം, ചേഞ്ച് ഇൻ ദ വോയിസ്. ഹി ആസ്ക്ഡ് മെനി ക്വസ്റ്റ്യൻസ്. എന്താണ്? 2 ഓപ്ഷൻസ് നമുക്ക് ആദ്യമേ ക്യാൻസലാക്കാം. ഏതൊക്കെയാണ്? ഇവിടെ ഹി ആസ്ക്ഡ് മെനി ക്വസ്റ്റ്യൻസ്. ഇവിടെ ഹാസോ ഹാവോ ഹേഡോ ഒന്നുമില്ല. അപ്പം ബി ക്യാൻസലാക്കാം. അതുപോലെ ING ഫോം ഇല്ല. അപ്പം ഡിയും ക്യാൻസലാക്കാം. കാരണം ബീയിങ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ING ഫോം വേണം, എങ്കിലേ ഇവിടെയും ING ഫോം ചേർക്കാൻ പറ്റും. അപ്പം ബിയും ഡിയും ക്യാൻസലാക്കാം. ഇനിയുള്ളത് എയും സി ആണ്. ഇവിടെ ആസ്ക്ഡ് എന്നാണ്. ഓക്കെ, പാസ്റ്റ് അല്ലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതാണ് ഉത്തരം? ഏത് വരും? 34 ഓപ്ഷൻ സി ആണ്. മെനി ക്വസ്റ്റ്യൻസ് വെയർ ആസ്ക്ഡ് ബൈ ഹിം.
35-ാമത്തെ ചോദ്യം. ദ കമ്പ്യൂട്ടർ കോസ്റ്റ് ആൻ ആം ആൻഡ് എ ലെഗ് മീൻസ് ഇഡിയം. ഏതാണ്? വെരി എക്സ്പെൻസീവ്. ഓക്കെ, നമ്മുടെ മലയാളത്തിലുള്ള 5 ചോദ്യങ്ങൾ നോക്കാം. 36-ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ തെറ്റായ പദം ഏതെന്നാണ്? ഏതാണ് തെറ്റായ? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, പ്രവൃത്തിയല്ല പ്രവൃത്തി. ഓക്കെ, വൃത്തി വായാണ്, പ്രവൃത്തി. ഓക്കെ, പ്രവൃത്തി ഇതാണ് കറക്റ്റുള്ള. അതുപോലെ പ്രതിഷ്ഠ ഇങ്ങനെയാണ്: പ്രതിഷ്ഠ, പ്രദക്ഷിണം, പ്രദക്ഷിണം, പ്രസ്താവന. ഓക്കെ, താവന. അടുത്ത ചോദ്യമാണ് 37-ാമത്തെ ചോദ്യം. പിരിച്ചെഴുതുമ്പോൾ ലോപസന്ധി വരുന്ന പദം ഏതെന്നാണ്? ലോപസന്ധി വരുന്ന പദം ഓപ്ഷൻ ഡി ആണ്, കാറ്റിലാണ്. 38-ാമത്തെ ചോദ്യം. പഠിക്കാനുള്ള ആഗ്രഹം. പഠിക്കുവാനുള്ള ആഗ്രഹം ഏതാണ്? ഏതാണ്? പിപ്പടിശ. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 39-ാമത്തെ ചോദ്യം. ശരിയായ വാക്യം കണ്ടെത്തുക എന്നാണ്. അദ്ദേഹം സ്വന്തം പത്നിയോടൊപ്പം ഇന്നലെ ഇവിടെ വന്നിരുന്നു. സ്വന്തം നാട്ടിലെത്തിയ നേതാവിനെ ജനങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്തു. അടുത്തത്, അഴിമതി ചെയ്യുന്നവരെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. ആവർത്തിച്ച് പറഞ്ഞ ശേഷമാണ് കുട്ടികൾക്ക് കാര്യം മനസ്സിലായത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യമാണ് 40-ാമത്തെ ചോദ്യമാണ്. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. മലയാള ചൊല്ലെന്തെന്നാണ്? കിട്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, മുറിവൈദ്യൻ ആളെ കൊല്ലും. അപ്പോൾ ഈ 40 ചോദ്യങ്ങൾക്ക്